കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. നിർദ്ദിഷ്ട ആലുവ കോതമംഗലം റോഡിന്റെ അലൈൻമെന്റ് അശാസ്ത്രീയവും പ്രായോഗികമല്ലാത്തതുമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭൂവുടമകൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അശാസ്ത്രീയതകൾ പരിഹരിച്ച ശേഷമേ റോഡ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാവൂവെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ആലുവ പുളിഞ്ചോട്ടിൽ നിന്ന് ആരംഭിച്ച് മൂന്നാറിന് പോകുന്ന ഈ നിർദ്ദിഷ്ട നാലുവരിപ്പാത കോതമംഗലം അരമനപ്പടിയിലാണ് അവസാനിക്കുന്നത്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ അലൈൻമെന്റ്, കൃത്യമായി നടത്തപ്പെടാത്ത സാമൂഹ്യാഘാത പഠനം, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, ഭൂ ഉടമകളുടെയും വ്യാപാര സ്ഥാപന ഉടമകളുടെയും അവകാശ സംരക്ഷണം തുടങ്ങിയ പ്രശ്നങ്ങളാണ് നിർദ്ദിഷ്ട പാത ഉയർത്തുന്നത്. അശാസ്ത്രീയതകൾ പരിഹരിച്ച ശേഷമേ റോഡ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാവൂവെന്നും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സുതാര്യത പാലിക്കണമെന്നും ഭൂവുടമകളുടെയും വ്യാപാരികളുടെയും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഈ റോഡ് ആലുവയിൽ നിന്നും ആരംഭിച്ച് മൂന്നാറിലേക്ക് പോകുന്ന റോഡാണ്. ഇതിന് ഇപ്പോൾ തന്നെയുള്ള ഒരു പ്രശ്നം, കവലകളിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് മാത്രമാണ് ഈ റോഡ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുള്ളത്. മറ്റു മേഖലകളിലൊന്നുമില്ല. 4-5 കവലകളുടെ വിപുലീകരണത്തോടുകൂടി ഇത് പരിഹരിക്കാവുന്നതാണ്. പക്ഷേ ഭാവിയിൽ വരാൻ പോകുന്ന കേരളത്തിൻ്റെ വികസനത്തിന് 4 വരി പാത അനിവാര്യമായതുകൊണ്ട് ഞങ്ങൾ അതിനോട് വളരെയധികം സഹകരിക്കുന്നു, എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇതിനുണ്ടാകുന്ന ഒരു 3-4 കാര്യങ്ങളിൽ വളരെയധികം ആശങ്കയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ 3-4 കാര്യങ്ങൾ വളരെ ആശങ്കയുണ്ട്. ഒന്ന്, ഇതിൽ കൂടി 100 കണക്കിന് ബസ്സുകൾ പോകുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളുണ്ട്, KSRTC ബസ്സുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾസ് ഉണ്ട്, ചെറുകിട വാഹനങ്ങളുണ്ട്. പ്രതിദിനം ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന, മിനിറ്റുകളിൽ 10-15 വാഹനം ഒരേ സമയത്ത് കടന്നു പോകുന്ന റോഡാണ്. ഇതിൻ്റെ ഇരുവശത്തും ആളുകൾ താമസിക്കുന്നു, ഷോപ്പുകളുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതിന് ബസ് വേ ഒരു സ്ഥലത്തും കാണിച്ചതായിട്ട് കാണുന്നില്ല. ബസ് വേക്ക് വേണ്ടി പ്രത്യേക സ്ഥലവും ഇവർ കാണിക്കുന്നില്ല. ബസ് നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുമ്പോൾ വെറും 2 വരി മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ പ്രത്യേകത സർവീസ് റോഡ് ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. 23 മീറ്റർ വീതിയിൽ ഈ പാതയെടുക്കുമ്പോൾ 2 മീറ്റർ വീതം ഇരുവശത്തും കാനകൾക്ക് പോയി 2 മീറ്റർ സെൻറ്ററിൽ മീഡിയനും പോയി കഴിയുമ്പോൾ വെറും 17 മീറ്ററിൽ 4 വരി പാത ഇവർ കൊണ്ടുപോവുകയാണ്. ഇത് വലിയ അപകടമാണ്. ഒരു വണ്ടി കേട് വന്നാൽ, ഒരു വണ്ടി അപകടമുണ്ടായാൽ ഈ വണ്ടി മാറ്റിയിടുവാനുള്ള സ്റ്റോറേജ് പ്ലേസ് പോലും ഇതിലില്ല. ആലുവ കോതമംഗലം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കോതമംഗലം താലൂക്കിലെ ഭൂവുടമകളുടെയും വ്യാപാര സ്ഥാപന ഉടമകളുടെയും പ്രദേശവാസികളുടെയും ആശങ്കകളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ പൊതുയോഗം നെല്ലിക്കുഴി കനാൽപ്പാലം സെൻഹ അരീന കൺവെൻഷൻ സെന്ററിൽ നടന്നു. യോഗത്തിൽ TJ ജോർജ് ചെയർമാനായും റിസ്വാൻ കോയ ജനറൽ സെക്രട്ടറിയായും അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.